നമ്മൾ ഇന്ന് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുന്ന ദിവസമാണ്. സോ ഇത് കൂടാതെ തന്നെ നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ദിവസം കൂടെയാണ്. സോ നമ്മൾ ചെക്കൗട്ട് ചെയ്യാനുള്ളതുകൊണ്ട് ഇന്ന് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണ കുറച്ച് തിരക്കിലായിരുന്നു. കണ്ണിലേക്ക് വെയിലടിച്ചിട്ട്. സോ നമ്മളിന്ന് ഈ റൂമിനോട് ഗുഡ് ബൈ പറയുകയാണ്. വിഷമമുണ്ടാ? ഇക്കാക്ക് വീട്ടിലെത്തുന്നതിൻ്റെ സന്തോഷം, എനിക്കാണെങ്കിൽ ട്രെയിനിൽ ഇരിക്കുന്നതിൻ്റെ വിഷമം. സോ ഇന്നിപ്പോൾ നമുക്ക് കുളുവിലേക്കാണ് പോകാൻ പോണത്. സോ നമ്മൾ ടാക്സിയിൽ നിന്ന് വിട്ട് ഡ്രൈവർ ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ഓൺ ദ വേ ആണ്. ഇപ്പോൾ തന്നെ എത്തും. അപ്പം നമ്മളിപ്പോൾ തന്നെ താഴേക്ക് പോയി ചെക്കൗട്ട് ചെയ്യാനുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. സോ നമുക്കിനി വണ്ടിയിലെത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ടായി. സോ ഇപ്പോൾ നമ്മൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഇത് നമ്മളുടെ ഹോട്ടലിൻ്റെ കുറച്ചും കൂടെ താഴത്തേക്കുള്ള ഭാഗമായിട്ട്. നമ്മളുടെ ഹോട്ടൽ ഇതായിരുന്നു, ഹോട്ടൽ ടച്ച് വുഡ്. അടിപൊളി ഹോട്ടലിലെ സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ആൻഡ് ഇവിടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഹോം സ്റ്റേയും അല്ലാത്ത റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത് കൂടാതെ താഴെ ഈ പണിയണതൊക്കെ റിസോർട്ടുകളാണ്. ഒരു ഏരിയ മെയിനായിട്ടും ടൂറിസ്റ്റേഴ്സിനെ എയിം ചെയ്തിട്ട് ഉള്ള കുറച്ച് ആളുകളാണുള്ളത്. ഇതെങ്ങോട്ടേക്ക് ആ ഒരു എവിടെയുള്ള നിറച്ചും മല നിറച്ചും മഞ്ഞാട്ടാവൂ, എന്താ രസം. സോ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ടിലേക്ക് പോയപ്പോൾ വേറൊരു അടിപൊളി വ്യൂ കണ്ടു. സോ നമ്മളിത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി വന്നേക്കോട്ടോ. ഇപ്പോൾ കാണിച്ചു തരാം. ഭയങ്കര ഭംഗിയാട്ടോ ഇവിടെ. ഈ ഒരു മൗണ്ടെയിനിൽ മാത്രം എന്താണോ സ്നോ വന്നിട്ടുള്ളത്. അതിൻ്റെ അങ്ങേ മണ്ടയിൽ അവിടെയായിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. വേറൊരു സ്ഥലത്തും സ്നോ വന്നത്. അപ്പം നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. നമ്മൾ മതിയായ ഒരു കയറ്റമൊക്കെ കയറി ഇങ്ങോട്ട് പോന്നു ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ വ്യൂ ഒക്കെ കണ്ട് നമ്മൾ താഴേക്ക് ഇപ്പോൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിന് അങ്ങോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ ഡ്രൈവറായിട്ട് ഓൾറെഡി നമ്മൾ വിളിച്ചു. ആളവിടെ എത്തി പാർക്കിങ്ങിൽ ഇട്ടേക്കാം വണ്ടി എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ നല്ല സ്പീഡിലായിട്ട് ഇപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി അവിടെ നിന്ന് പോകാൻ പോകുന്നത് കുളുവിലേക്കാണ്. കുളുവാണ് ഇന്നത്തെ നമ്മളുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് നമ്മൾ പോകുന്ന വഴിയിൽ പാരഷൂട്ടിൽ കയറുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കൗണ്ടേഴ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ കണ്ടു, പക്ഷെ നമ്മൾ കയറിയിട്ടുണ്ടായില്ല. സോ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു കാസിലേക്കായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ കാസിലിൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ള പുറത്തുള്ള ഭാഗത്തൊക്കെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൻഡ് ഇപ്പം നമ്മൾ നടന്ന് ചെല്ലുന്ന ഒരു അടിപൊളി വ്യൂ പോയിന്റിലേക്കാണ്. ശരിക്കും ഒരു ആർട്ടിസ്റ്റ് പെയിൻറ്റ് ചെയ്ത് വച്ച പോലത്തെ ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു കേട്ടോ. ആൻഡ് ഈ ഒരു വ്യൂ പോയിന്റ് നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മിക്ക സൈഡിൽ നോക്കിയാലും ഈ ഒരു സെയിം വ്യൂ പോയിന്റ് തന്നെയാണ് കാണുന്നത്. സോ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് നല്ല രീതിയിൽ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ. സോ നമ്മളതിൻ്റെ അകത്തേക്ക് എൻ്റർ ആവുകയാണ്. ഇതാണ് നമുക്ക് ഈ കാസലിൻ്റെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ കാണാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറയുന്നത്. ഇവിടേക്ക് ചെന്ന് കഴിയുമ്പോഴും ഈ ഒരു സെയിം വ്യൂ പോയിന്റ് തന്നെയാണ് കാണാൻ പറ്റിയിട്ടുണ്ടാവുക. പിന്നെ നിങ്ങൾ ഹീറോ മൂവി കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ഥലം നിങ്ങൾ ആ മൂവിയിൽ അത്യാവശ്യം കുറച്ച് ടൈം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു മൂവി ഷൂട്ട് ചെയ്തിട്ട് ഇവിടെയായിരുന്നു. അത് ഞാൻ ഇറങ്ങുന്ന ടൈമിൽ അവർ ഷൂട്ട് ചെയ്ത് വെച്ച ഫിലിംസിൻ്റെയൊക്കെ പേര് അവിടെ എഴുതിയിട്ടുണ്ടായി. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. ദെൻ ഞാൻ ആ ഫിലിം വീട്ടിൽ വന്നപ്പോൾ ഒന്ന് കണ്ടു നോക്കി ഈ സ്ഥലമൊക്കെ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് കുറേ സീനിൽ ഈ ഒരു സ്ഥലമൊക്കെ വന്നേക്കണം ഞാൻ കണ്ടിട്ടായിട്ടോ. ദെൻ അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റിയ വേറൊരു വ്യൂ പോയിൻ്റാണ് ഇതും ആ ഒരു സെയിം വ്യൂ പോയിൻ്റ് തന്നെ, പക്ഷെ വേറൊരു ആംഗിളിൽ നിന്ന് കാണുന്നു എന്ന് മാത്രം. സോ ഇതൊക്കെ തന്നെയാണ് അവിടെ മെയിനായിട്ട് കാണാനുണ്ടായിരുന്നത്. 50 രൂപയ്ക്ക് അത്ര വൃത്തിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായില്ലായിരുന്നു. നമ്മളിപ്പോൾ കാസലിൻ്റെ ഉള്ളിക്കോടെ തന്നെ കയറി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സോ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കാണാനില്ല. ഈ കാസിൽ അതിനുള്ളിലുള്ള മ്യൂസിയം നോക്കാം കേട്ടോ. ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ തണുപ്പ് കുറച്ച് കുറവുള്ള പോലെ തോന്നുന്നു. അത് ഞാൻ തിരിച്ചെടുത്തു കേട്ടോ. തണുപ്പുണ്ട് ഇവിടെ. ബിൽഡിങ്ങിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷനൊക്കെ ഭയങ്കര രസമാണ്. ഇവിടുത്തെ അതേപോലെ ഉണ്ടാ ഫുൾ തടിയാണ്. തടിയിലിങ്ങനെ കൊത്തി വെച്ചേക്കുമ്പോൾ നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് മ്യൂസിയത്തിലേക്ക് പോകാനുള്ള വഴി. താഴേക്ക് ഇതുപോലെ ഇറങ്ങി പോകണട്ടോ. സോ നമുക്ക് നോക്കാം. മൊത്തം അധികമൊന്നുമില്ലാതെ ഈ കാണുന്നതാണ് മ്യൂസിയം. ലൈക്ക്
കുറച്ച് ഐ തിങ്ക് ഫേസ് മാസ്ക് പോലത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതെന്തോ പാത്രമാണോ എനിക്കറിയില്ല കറക്റ്റ് എന്താണെന്ന്. ഇവരവിടെ എന്താണെന്ന് നോട്ട് ചെയ്തിട്ടില്ല. സോ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ്. ഇതൊക്കെ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ബൊമ്മകൾ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ അവരുടെ ആ ഒരു വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം അതായിരിക്കും അവർ ഈ ചെയ്ത് വച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതേകൂട്ട് കണ്ടോ ഒരാൾ നെയ്യുന്നത്. ഓക്കെ, ഒരാൾ തുണി നെയ്യുന്നത്. പിന്നെ ഇതൊക്കെ അവരുടെ എന്തോ ഇൻസ്ട്രുമെൻറ്റ്സ് ആണെന്ന് തോന്നുന്നു, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കുന്നു. അതുപോലെ ഇവിടെ വലിയൊരു തൂണ്. സോ ഇത്രയൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളൂ. സോ നമുക്ക് അടുത്ത അവസ്ഥയ്ക്ക് പോയി നോക്കാം. സോ ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. സോ ഇത്രയാണ് ഇവിടുത്തെ ഈ ഒരു മ്യൂസിയം സെറ്റപ്പ് ഉള്ളത്. പുറത്തേക്കൊരു വലിയൊരു മുറ്റമുണ്ട്. ഇവിടെ കുറേ വ്യൂ ഈ മലനിരകൾ തന്നെയാട്ടോ ഇവിടെ മെയിൻ വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ കുറേ ശില്പങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ അവരെന്താന്ന് എഴുതിയിട്ടില്ല. സോ നമുക്ക് മനസ്സിലാവില്ല ഇതെന്താന്ന്. കുറേ ശില്പങ്ങൾ ഇങ്ങനെ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട്. സോ ഇത്രയൊക്കെയാണ് ഇവിടെ മെയിനായിട്ടും കാണാനുള്ളതെന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ നേരെ തിരിച്ച് വണ്ടിയിലേക്ക് പോവാണ്. 50 രൂപയ്ക്ക് വെറുതെയാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെന്ന് പറയാൻ മാത്രം ഇല്ല, എന്നാലും കുഴപ്പമില്ല. ലൈക്ക് നമുക്ക് ഇവിടെയൊക്കെ വരുമ്പോഴല്ലേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. സോ അത്ര തന്നെ. സ്റ്റെപ്പ് കയറുന്നത് ശരിക്കും ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയല്ല. പക്ഷേ ഈ തണുപ്പത്ത് നമ്മൾ കുറച്ച് സ്ട്രെസ് ചെയ്ത് ഇങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോൾ നമുക്ക് ബ്രീത്തിങ്ങിൽ ചെറിയൊരു ഇഷ്യൂ വരുന്നുണ്ട്. മേ ബി തണുപ്പിൻ്റെ ആയിരിക്കും. നമ്മുടെ അല്ലു അർജുൻ്റെ ഹീറോ എന്ന് പറയുന്ന ഫിലിം ഇവിടെയായിട്ട് ഷൂട്ട് ചെയ്തത്. ഇവിടെ ഷൂട്ട് ചെയ്ത മൂവീസിൻ്റെ പേരാണ് എഴുതി വെച്ചേക്കുന്നത്. കൊള്ളാം. നമ്മൾ കാസിലിൽ നിന്ന് ഇറങ്ങി. സോ നമ്മൾ അടുത്തത് എങ്ങനെയാണ് പോണെന്ന് ഡ്രൈവർ ചേട്ടനോട് ചോദിച്ചിട്ട് വേണം. നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലത്തെ വുളൻ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കുറേ കുട്ടി ഷോപ്സ് ഉണ്ടാകും കേട്ടോ. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് അവർ തന്നെ ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ്. ഇതൊക്കെ അവർ സ്വന്തമായിട്ട് അവർ ഒരു കുട്ടി സ്റ്റോൾ ഇട്ട് അവിടെ തന്നെയാണ് വിൽക്കുന്നതൊക്കെ. അത് കാണാൻ നല്ല രസമുണ്ടായി. ഇതിനുശേഷം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുളുവിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് കുളു ഷോൾസ് എന്ന് പറയുന്നത്. സോ നമ്മൾ അതിൻ്റെ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായി. ഇവിടെ മെയിൻ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്ടർ, ഷോള്, അതുപോലെ തന്നെ നമ്മുടെ ബ്ലാങ്കറ്റ്, ഈ 3 കാര്യങ്ങളൊക്കെ അവിടെ മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് സെക്ടറിൽ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളതുണ്ട്, മെഷീൻ മെയ്ഡ് ആയിട്ടുള്ളതുണ്ട്. ഷോൾസിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു പേരാണ് കാശ്മീരി ഷോൾസ്. ആ കാശ്മീരി ഷോൾസിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് തന്നെ 1000 ആണ്. അത്യാവശ്യം നല്ല ഒരു റേഞ്ച് എന്ന് പറയുന്നത് അവിടെ 8000 വരെയൊക്കെയുള്ള ഷോൾസ് ഉണ്ടായി. അത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഷോൾസ് ആണ്. പക്ഷെ നമുക്ക് അത്രയും ബഡ്ജറ്റിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഉള്ളത് അവിടുത്തെ ഈ ഒരു ബ്ലാങ്കറ്റ്സ് ആയിരുന്നു. ബ്ലാങ്കറ്റ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. യാക്കിൻ്റെയും അതുപോലെ ആടിൻ്റെയൊക്കെ ഒറിജിനൽ രോമം വെച്ചാണ് അവർ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ അവിടുന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. സോ നമ്മളിപ്പോൾ റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടി വന്നേക്കാണ്. സോ നമ്മൾ റിവർ റാഫ്റ്റിങ്ങിൻ്റെ എമൗണ്ടൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. സോ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവാട്ടോ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് നമ്മൾ റിവർ റാഫ്റ്റിങ്ങിന് കയറി. നമ്മൾ 2 പേരും മാത്രമുള്ള ഒരു പാക്കേജായിട്ടായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഭയങ്കര എമൗണ്ട് ആയിരുന്നു. അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 5000-ൻ്റെ ഒക്കെ അടുത്ത് വരെ പറഞ്ഞിട്ടുണ്ടായി. നമ്മളത് ഒരുപാട് ബാർഗെയിൻ ചെയ്ത് ലാസ്റ്റ് 2200-ന് നമ്മൾ ഉറപ്പിച്ച് അതിനകത്ത് കയറി. നമ്മൾ ഷോർട്ട് റൈഡ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ലോങ് റൈഡ്, ഷോർട്ട് റൈഡ് എന്നൊക്കെ പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കതിനകത്ത് ഏതാണോ വേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതനുസരിച്ച് നമ്മളുടെ എമൗണ്ടിൽ വേരിയേഷൻസ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും കുളുമണാലി വന്നെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ അത്യാവശ്യം എമൗണ്ടൊക്കെ നമുക്ക് കുറച്ച് തരും. സോ ഉറപ്പായിട്ട് നിങ്ങൾ എന്തായാലും റിവർ റാഫ്റ്റിംഗ് എക്സ്പീരിയൻസ് ചെയ്യണ്ട. ഈ തണുപ്പത്ത് ഇങ്ങനത്തെ റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ്. നോക്കി നോക്കാം. വേണ്ട, ഒരാവശ്യത്തിൽ കൂടുതൽ വെള്ളമുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ പറയാം. Hold tight. Hold the rope tightly. It's okay. For the recording, sir. For the recording. Okay, this is your ending point. Now say bye. Bye, sir. Bye, ma'am. Thank you.
സോ നമ്മൾ റിവർ റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായി. അവിടെ ഇഷ്ടംപോലെ നട്ട്സ് അതുപോലെ സഫ്രോണൊക്കെ ഉണ്ടായിരുന്നു. സഫ്രോണൊക്കെ ഭയങ്കര റേറ്റാണ്. സോ നമ്മൾ സഫ്രോണൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ചെറിയതായിട്ടുള്ളൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത സ്ഥലമായിട്ടുള്ള വൈഷ്ണവ് ടെമ്പിളിലേക്കാണ്. ആൻഡ് ഈ ഒരു ടെമ്പിളിലേക്ക് പോയ ടൈമിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. കാരണം അത്യാവശ്യം നല്ല റഷ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്ര കണ്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ ഒന്ന് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. സോ അതുകൊണ്ട് നമുക്ക് ആ ക്ലിപ്പ് മിസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ ടെമ്പിൾ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് നമുക്കിനി നേരെ വോൾവോ ബസ് സ്റ്റേഷനിലേക്കായിരുന്നു പോകേണ്ടത്. പക്ഷെ നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ മാൾ റോഡിൽ വന്നേക്കാണ്. സോ നമ്മൾ അന്ന് മാൾ റോഡ് കറങ്ങിയില്ലായിരുന്നു. സോ ഇന്ന് നമുക്ക് മാൾ റോഡ് കറങ്ങാനുള്ളൊരു അവസരം കിട്ടിയേക്കാണ്. സോ നമ്മൾ മാൾ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് കയറിയിട്ടുള്ള വഴിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കാണ്. മദ്രാസ് കഫേ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കയറിയേക്കുന്നത്. ഇവിടെ സൗത്ത് ഇന്ത്യൻ ഫുഡ്സ് കിട്ടും. സോ അവിടെയാണ് കയറിയേക്കുന്നത്. ഞങ്ങൾ 2 വട സാമ്പാർ പറഞ്ഞിട്ടുണ്ട്. അത് വന്നിട്ടാണ് ബാക്കി തീരുമാനിക്കുക. സോ എത്തിയിട്ട് വേണം. ആൻഡ് ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന് ശേഷം നമ്മളൊരു പ്ലെയിൻ ദോശയും കൂടെ ഓർഡർ ചെയ്ത് അത് കഴിച്ചിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ നമ്മളിപ്പോൾ മാൾ റോഡിൻ്റെ ഓരോരോ സൈഡുകൾ ഇതൊരു പട്ടിയെ മനസ്സിലാക്കാം. എന്ത് ക്യൂട്ടാ നോക്ക്. കടിക്കാണ്ടിരുന്ന മതിയായിരുന്നു. 2 ഉണ്ടാവും. കൂടെ പോരാണോ? നമ്മൾ കഴിച്ച സ്ഥലം ഗൈസ് ഇവിടെയായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്ന. സോ നമ്മൾ വെറുതെ മാൾ റോഡിന്റെ അതുവഴി ഇതുവഴി തെണ്ടി തിരിഞ്ഞ് നടക്കുവാണ് കേട്ടോ. ഇവിടെയൊക്കെ എന്തായാലും നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. സോ നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ കടയിലൊക്കെ റേറ്റ് കഴിക്കുമ്പോഴാണ് മനുഷ്യന്റെ ബോധം പോണത് കേട്ടോ. ബാ കീച്ചയും വല്ലതും ഉണ്ട് നോക്കാം. നമ്മളങ്ങനെ കുറേ നേരം അവിടെ കീ ചെയിനും കാര്യങ്ങളൊക്കെ നോക്കി നിന്നു. അല്ലാണ്ടും കുറേ നമ്മൾ വെറൈറ്റി സാധനങ്ങളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായി. പക്ഷെ അവർ ഭയങ്കര റേറ്റാണ്. ഇങ്ങനെ ഷോപ്പായിട്ട് ഇട്ടേക്കുന്ന സ്ഥലത്ത് നമുക്കൊട്ട് ബാർഗെയിൻ ചെയ്യാനും പറ്റത്തില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള റേറ്റ് അവർ ഇട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്ഥലത്തൊക്കെ ഇതുപോലത്തെ കുറേ കടയിൽ കയറിയെങ്കിലും നമ്മൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വെറുതെ കണ്ട് ഇറങ്ങി വരിക മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നാട്ടില് രാജാവായിട്ട് നടക്കണം, എവിടെ പിച്ചക്കാരനെ പോലെ നടക്കണം. ഈ ഒരു മോൾ റോഡ് എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട് മിഠായി തെരുവ് എങ്ങനെയാണോ ഉള്ളത് അതുപോലത്തെ തന്നെ ഒരു സ്ഥലമാണ് ഈ ഒരു മോൾ റോഡ് എന്ന് പറയുന്നതും. കുറേ ഷോപ്സ്, അതിൻ്റെ നടുക്ക് കൂടെ ഒരു റോഡ്, നമുക്ക് അതിൽ കൂടെ നമുക്ക് ഇഷ്ടമുള്ള ഷോപ്പിൽ കൂടെ കയറി ഇങ്ങനെ വിലയൊക്കെ പേശിയ സാധനങ്ങളൊക്കെ വാങ്ങാം. സോ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ 4 പീസ് ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഏത് ബനിയൻ, തണുപ്പ് തരാൻ പറ്റുമത്തെ ബനിയൻ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതിപ്പോൾ ക്രോപ്പ് ടോപ്പൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഓക്കെ, താങ്ക് യു. ഞാൻ ഈ ഒരു മാൾ റോഡിൽ ശ്രദ്ധിച്ച വേറൊരു കാര്യമാണ്, നമ്മൾ രാവിലെ, അതായത് നമ്മൾ വന്ന ടൈമിൽ ഇത്രത്തോളം തിരക്കുണ്ടായിരുന്നില്ല. രാവിലെ അല്ല നമ്മൾ വന്നത്, ഒരു വൈകുന്നേരം ടൈമിലാണെങ്കിലും ഇത്രത്തോളം തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ സമയം പോകുന്നതനുസരിച്ച് ഇവിടെയുള്ള തിരക്ക് ഇങ്ങനെ കൂടിയാണ് വരുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് സമയം കൂടുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് തണുപ്പ് കൂടി തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു അന്നേരം അവിടെ ആൾക്കാർ കുറയുന്നു. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത്. നമ്മൾ സമയം കൂടുമ്പോൾ ആളുകളും കൂടിയാണ് വരുന്നത്. സോ നമ്മൾ മോൾ റോഡിൽ കൂടെ തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. സോ ഇപ്പം നമ്മൾ എന്തിനാ നടക്കണേ? സോ അത്യാവശ്യം എന്താ പറയുക, ചീപ്പ് റേറ്റുള്ള സാധനങ്ങളും ഉണ്ട്, അതേസമയം തന്നെ നല്ല കത്തി വിലയുള്ള സാധനങ്ങളുണ്ട്. അവർ പറയുന്ന റേറ്റിന് നമ്മൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്. ചില സ്ഥലത്ത് ചിലത് ഫിക്സ്ഡ് റേറ്റ് ആയിരിക്കും, പക്ഷെ മിക്ക സ്ഥലത്തും അവർ കണ്ണി കണ്ട റേറ്റ് വെറുതെ ഇട്ട് വെച്ചേക്കുന്നത്. അവർ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് കുറച്ച് തരും. സോ ഞങ്ങളിപ്പോൾ അങ്ങനെ ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ പിടിച്ചു ഇവിടെ വന്നേ. പിന്നെ ഇതിന് മുന്നേ ബാർഗെയിനിങ്ങിന് ഒട്ടും സ്കില്ലില്ലാത്ത ഞങ്ങളായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പ്രോ ആയിട്ടുണ്ട്. കുട്ടി കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതേ നമ്മൾ മറ്റു സ്ഥലത്തെത്തി.
മിഞ്ഞാന്ന് പോയ വാൻവിഹാർ പാർക്കിന്റെ അവിടെ എത്തി. ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ വരിക. എങ്ങനെയുണ്ട് മാൾ റോഡ്? ക്രിഞ്ചടിക്കല്ലേ. ആ പാർക്ക് ഓർമ്മയുണ്ടാ? ഏതാ? കുറെ നല്ല കത്തി വിലകളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ഒന്ന് ഓൾറെഡി ഇന്നലെ വിസിറ്റ് ചെയ്യാണ്ട് പോയത്. മേ ബി ഇനി ചിലപ്പോൾ വീണ്ടും വരാനുള്ളതായിരിക്കൂലേ. സോ ഗായ്സ്, നമ്മുടെ ഈ ഒരു വ്ളോഗ്, അതായത് നമ്മുടെ ട്രാവൽ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ശരിക്കും ആ ഒരു ടെമ്പിളാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആവുന്നത്. പക്ഷേ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയത്. നമ്മൾ ഇന്നലെ മോൾ റോഡ് വന്നിട്ടുണ്ടായില്ല. സോ അതുകൊണ്ട് തന്നെ ഇന്ന് മോൾ റോഡ് വരേണ്ടി വന്നു. സോ അപ്പോൾ നമ്മളുടെ ഈ ഒരു ട്രാവൽ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറൊരു വ്ളോഗായിട്ട് കാണുന്നത്. ബൈ പറ.